വർഷങ്ങൾ മുമ്പ് ഒരു കേസുകൾ നമ്മൾ കേസുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും, ഒരു കേസും ഈ അടുത്ത സമയത്ത് ഉണ്ടായതല്ല. വർഷങ്ങൾ മുമ്പുള്ള പല കേസുകളും കുത്തിപ്പൊക്കിക്കൊണ്ടാണ് വോയിസുകളും മെസ്സേജുകളൊക്കെ ആയിട്ട് ഇപ്പൊ എടുത്തു കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. അതിജീവിതയ്ക്ക് എപ്പോ വേണമെങ്കിലും പരാതി കൊടുക്കാം, വേണമെങ്കിലും പരാതി കൊടുക്കാമെങ്കിലും കറക്റ്റ് ഒരു ഇലക്ഷൻ സമയം എടുക്കുമ്പോഴത്തേക്ക് അത് വരുന്ന പരാതി വരുന്നതിന്റെ ഉദ്ദേശശുദ്ധി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണോ? അതിജീവിത സ്വയം കൊടുക്കുന്നതാണോ അല്ലെങ്കിൽ അത് ആരുടെയും പ്രേരിതമായിട്ട് വരുന്നതാണോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിട്ടുള്ള കാര്യമാണ്. ഇപ്പം പ്രത്യേകിച്ച് രാഹുൽ എന്ന് പറയുന്നത് പ്രതിപക്ഷത്ത് ഭരണപക്ഷം ഏറ്റവും അധികം ഭയക്കുന്ന ഒരു നേതാവാണ് രാഹുൽ എന്ന് പറയുന്നത്. ആ ഒരു സ്ഥിതിയിൽ എങ്ങനെയെങ്കിലും രാഹുലിനെ ഒതുക്കി തീർത്തില്ലെങ്കിൽ അത് തുടർന്ന് വരുന്ന തെരഞ്ഞെടുപ്പുകളിലും എല്ലാം ഒരു ഭീഷണിയാണ് എന്നുള്ള തിരിച്ചറിവ് കൊണ്ട് മാത്രമാണ് ഇത്തരം പരാതികളൊക്കെ കെട്ടിപ്പോക്കി. അപ്പൊ അത് ഒതുക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് ഇനി വേറെ കുറെ കുട്ടികളുണ്ട് അവിടെ. ഇലക്ഷൻ സ്റ്റണ്ട് എന്ന രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങളാണ്, അല്ലാതെ അതിലൊന്നും കാര്യമില്ല എന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമാണ് എന്തായാലും, ആണല്ലേ? രാഹുലിനൊപ്പമാണ്. ശരി.